തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് അടച്ചുകെട്ടി പാളയം CPM ഏരിയ കമ്മിറ്റി നടത്തി. ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇടപെട്ടു. പാളയം ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനം വഞ്ചൂർ ജംഗ്ഷനിൽ വഞ്ചൂർ കോടതിയുടെ നേരെ മുൻപിൽ റോഡ് പകുതി അടച്ചു കെട്ടി സമ്മേളനം നടത്തി. ഹൈക്കോടതി ഇതിനു മുമ്പ് പല ഉത്തരവുകളും റോഡ് ഗതാഗതവും റോഡിലുണ്ടാകുന്ന തടസ്സങ്ങളെ പറ്റിയൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊന്നും പാലിക്കപ്പെട്ടില്ല കഴിവുള്ളിടത്തോളം. റോഡിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക്, 2 വീലറിന് അല്ലെങ്കിൽ കാറിന്, ഓട്ടോയ്ക്ക്, ബസ്സിന്, അങ്ങനെയുള്ള വാഹനങ്ങൾ, ലോറി, എങ്ങനെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവരുടെ മുൻപോട്ടുള്ള കാഴ്ച തടയുന്ന രീതിയിലുള്ള ബാനറുകൾ, വലിയ ഹൈ ബോർഡുകൾ, ഇവയൊക്കെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി പല പ്രാവശ്യം ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നിട്ടും പലരും തടസ്സങ്ങളൊക്കെ മാറ്റിയെന്ന് റിപ്പോർട്ട് കൊടുത്തെങ്കിലും തടസ്സങ്ങൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ പല സ്ഥലത്തും പൊങ്ങി. റോഡിൻ്റെ സൈഡുകളിലൊക്കെ അലങ്കരിക്കുക, തോരണങ്ങൾ ചാർത്തുക, റോഡിൽ ക്രോസ് ചെയ്ത് ബാനർ കെട്ടുക, റോഡിലെ 4-5 വഴികൾ ചേരുന്ന ജംഗ്ഷനിൽ നിന്ന് മറ്റു വഴി തുടങ്ങുന്നത് ആ വഴി കാണാതെ ചില ബാനറുകൾ, പോസ്റ്ററുകൾ, ഹൈ ബോർഡുകൾ ഒക്കെ സ്ഥാപിക്കുക. ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളുടെയും അതോടൊപ്പം വ്യവസായം അല്ലെങ്കിൽ കടകളുടെ ഷോപ്പുകൾ, അവരുടെ പരസ്യങ്ങൾ, സിനിമാ പരസ്യങ്ങൾ, ഇങ്ങനെ പല രീതിയിലും ഇത് കാണാം നമുക്ക്. ഹൈക്കോടതി ഇടപെട്ടു. വളരെയധികം ആക്സിഡൻറ്റുകൾ ഈ ഭാഗത്തുണ്ടാകുന്നു. മുൻകാഴ്ചയില്ല. അങ്ങനെ പല അപകടങ്ങളുണ്ടായി, പലരും ജീവനും നഷ്ടപ്പെട്ടു. അതിശക്തമായ രീതിയിൽ ഹൈക്കോടതി ഇതിനെ പ്രതികരിച്ചു. ചില നിർദ്ദേശങ്ങളൊക്കെ നടത്തി. ചില പഞ്ചായത്തുകളും ചില കോർപ്പറേഷനും ആ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയെന്ന് വെറുതെ പറഞ്ഞു. എങ്കിലും ഇപ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വാഹനം ഓടിക്കുന്ന റെവിഷൻ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ, ഒന്നും കാണാൻ മേലാതെയായി. ഇപ്പം അതുപോലെ ഒരു സംഭവം വഞ്ചൂർ പാളയം ഏരിയ കമ്മിറ്റി CPMൻ്റെ സമ്മേളനം വഞ്ചൂർ ജംഗ്ഷനിൽ വെച്ച് നടത്തി. റോഡ് പകുതി അടച്ചു കെട്ടി. വഞ്ചൂർ ജംഗ്ഷനിൽ നമ്മൾ ആലോചിക്കണം, എപ്പോഴും തിരക്കുള്ള സ്ഥലമാണ്. അവിടെ വാഹനങ്ങൾ, കോടതി വരുന്ന ആയിരക്കണക്കിന് വാഹനങ്ങൾ കോടതിക്കകത്തും കോമ്പൗണ്ടിനകത്തും പുറത്തും റോഡ് സൈഡിൽ പാർക്ക് ചെയ്യും. അതുപോലെ കോടതിയുടെ തൊട്ടടുത്താണ് ജനറൽ ഹോസ്പിറ്റൽ. അങ്ങോട്ട് വാഹനങ്ങളും എമർജൻസി വാഹനങ്ങളും ആംബുലൻസിനും അങ്ങോട്ട് പാഞ്ഞു പോകുന്ന കാണാം വഞ്ചൂർ ജംഗ്ഷനിൽ കൂടെ. അതുപോലെ ഹോളി ഏഞ്ചൽസ് സ്കൂള് തൊട്ടടുത്തുണ്ട്, കണ്ണാശുപത്രി തൊട്ടടുത്തുണ്ട്. ഈസ്റ്റ് ഫോർട്ടിൽ മെയിൻ റോഡ് ട്രാഫിക് തടസ്സമുണ്ടായാൽ ഇട റോഡിൽ കൂടെ ഈ വഞ്ചൂർ ജംഗ്ഷനിൽ കൂടെ ഓടി മെഡിക്കൽ കോളേജിലേക്കും മറ്റു ഹോസ്പിറ്റലിലേക്കും പേഷ്യൻസിനെ കൊണ്ടുവന്നത് വഴിയാണ്. ആ ജംഗ്ഷനിലാണ് അടച്ചു കെട്ടിയത്. കോടതി ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. വഞ്ചൂർ SHO നേരിട്ട് ഹാജരാകാൻ പറഞ്ഞു. കാരണം ആരാണ് അനുമതി കൊടുത്തത്? ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രനും ജസ്റ്റിസ് S. മുരളീകൃഷ്ണയുടെ കൃത്യമായ ഓർഡർ ആണ് വന്നിരിക്കുന്നത്. SHO നേരിട്ട് ഹാജരാകണം, DGP വിശദീകരണം നൽകണം. കടുത്ത നടപടിയിലേക്ക് ഹൈക്കോടതി നീങ്ങുകയാണ്. കാരണം ഇത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. ജീവൻ രക്ഷിക്കാനും സ്കൂൾ കുട്ടികൾ പോകുന്ന വഴിയും ഒക്കെ അടച്ചുകെട്ടി സമ്മേളനം നടത്തുന്നത് ഒരു തരത്തിലും പൊറുക്കാൻ ഒക്കില്ല. ഏരിയ സമ്മേളനം റോഡിലല്ലാതെ അവർക്ക് മറ്റ് ഗ്രൗണ്ടുകളിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹാളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടത്താം. അപ്പോൾ അതിലൊന്നും മുതിരാതെ ആ ഒത്ത റോഡിൻ്റെ നടുക്ക് സ്റ്റേജ് കെട്ടി ആ റോഡിൻ്റെ പകുതിയോളം അവർ കയ്യേറി കസേര നിരത്തി. ഏതായാലും SHO നേരിട്ട് ഹാജരാകാൻ പറഞ്ഞു കഴിഞ്ഞു കോടതി. മറ്റു ചില കാര്യങ്ങൾ കോടതി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ മൈക്ക് സാങ്ഷൻ ആരാണ് കൊടുത്തത്? അത് പോലീസിൽ നിന്ന് സാങ്ഷൻ കിട്ടണമല്ലോ. അതാര് കൊടുത്തു? ആ സ്ഥലം തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനുണ്ട്.
അവർ വിസിറ്റ് ചെയ്യണ്ടേ? ഒരു സാങ്ഷൻ കൊടുക്കുന്ന സ്ഥലം അറിയണം. അടുത്ത സ്കൂള്, കോളേജ്, പള്ളി, കോടതി ഒക്കെ ഉണ്ടോയെന്ന് നോക്കണം. അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഈ കേസിനകത്ത് ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഉത്തരവാദിത്തമുണ്ട്. ട്രാഫിക് ട്രിവാൻഡ്രം സിറ്റി ട്രാഫിക് അതോറിറ്റിക്ക് ഉത്തരവാദിത്തമുണ്ട്. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഉത്തരവാദിത്തമുണ്ട്. ഇവരാരെയും അവിടെ കണ്ടില്ല. കോടതി ഒരു പടിയും കൂടെ മുന്നോട്ട് പോയി ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആരാണ് സ്റ്റേജിലിരുന്നത്? ആരൊക്കെയാണ് സ്റ്റേജിലിരുന്നത്? ആരൊക്കെയാണ് സ്റ്റേജിലിരുന്ന് പ്രസംഗിച്ചത്? ആ ചോദ്യത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ കാരണം സാധാരണക്കാർ അല്ല ആ സ്റ്റേജിലിരിക്കുന്നത്. പാർട്ടിയുടെ വളരെയധികം ഉത്തരവാദിത്തമുള്ള വ്യക്തികളാണ് അവിടെ ഇരിക്കുന്നത്. നല്ല ജ്ഞാനമുള്ളവരും ബോധമുള്ളവരുമാണ് സ്റ്റേജിലിരിക്കുന്നത്. റോഡ് അടച്ചുകെട്ടി ആ സ്റ്റേജിലിരുന്ന് പ്രസംഗിക്കുന്നവരെ കൈകാര്യം ചെയ്തല്ലേ പറ്റുള്ളൂ. അവർക്കൊക്കെ സാമാന്യ ബോധം വേണം, നിയമാവബോധമുള്ളവരാണ്. പാർട്ടിയുടെ ഓരോ ഭാരവാഹിത്വം വഹിക്കുമ്പം പടിപടിയായി കയറി വന്ന നേതാക്കന്മാരാണ്. MLA-മാരുണ്ടാവും, അതുപോലെ പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ പ്രതിനിധികളുണ്ടാവും, ഏരിയ കമ്മിറ്റിയിലുള്ളവരുണ്ടാവും. എല്ലാവരും പാർട്ടിയിലെ പടിപടിയായി കയറി അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പൊതുജനങ്ങളെക്കാട്ടിലും സാമാന്യ വിവരം കൂടുതലുള്ളവരാണ്. അവരാണ് ഈ നിയമലംഘനം നടത്തുന്നത്. അത് തീർച്ചയായിട്ടും പൊറുക്കാൻ കഴിയില്ല. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇതുപോലെ ചില പന്തലുകൾ കെട്ടി ചില തടസ്സങ്ങൾ മെയിൻ റോഡിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇത് പോലീസ് നേരത്തെ തടയണമായിരുന്നു. അത് തടയാൻ കഴിയില്ലായിരുന്നു. ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകും എന്ന് വഞ്ചൂർ SI അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. വഞ്ചൂർ SI മാത്രമല്ല, അസിസ്റ്റന്റ് കമ്മീഷണറും അവിടുത്തെ കമ്മീഷണറും ഉത്തരവാദികളാണ് ഇതിനകത്ത്. ആ സിറ്റിയുടെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പം പണ്ടത്തെ പോലെ വാഹനത്തിൽ ഓടി നടന്ന് കണ്ട് ഇത് പരിശോധിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് പോലീസ് വാഹനത്തിൽ തന്നെയുള്ള ക്യാമറ അല്ലെങ്കിൽ CCTV ക്യാമറ അല്ലെങ്കിൽ ലൈവായിട്ട് സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളും സ്കാൻ ചെയ്യാൻ കഴിയുന്ന സംവിധാനമുണ്ട് ഇവിടെ. അത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അതിന് പണം മുടക്കി സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വഞ്ചൂർ SHO മാത്രമല്ല, അസിസ്റ്റന്റ് കമ്മീഷണറും അതുപോലെ കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറും ഒക്കെ ഉത്തരവാദിയാണ് ഇതിനകത്ത്. സ്റ്റേജിലിരുന്നവരെ അത് തീർച്ചയായിട്ടും നല്ലൊരു നീക്കമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അവരങ്ങനെയുള്ള സ്ഥലങ്ങൾ വന്ന് പ്രസംഗിക്കാൻ പാടില്ല. ഇതിന് അണികളെ അവർ പിന്തിരിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. നിയമലംഘനം നടത്തി അതിനെ മുകളിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നത് നല്ലൊരു പ്രവണതയല്ല, പ്രത്യേകിച്ച് വളർന്നു വരുന്ന നേതാക്കന്മാർ പലരും. ഏതായാലും പാളയം കമ്മിറ്റിയുടെ ഏരിയ കമ്മിറ്റിയുടെ ഈ ഒബ്സ്ട്രക്ഷൻ റോഡ് മുറിച്ച് കടക്കാൻ പറ്റാത്ത വിധത്തിൽ സീബ്ര ലൈൻ വരെ കവർ ചെയ്ത് അത് കാണാത്ത രീതിയിൽ തന്നെയാണ് സ്റ്റേജ് കെട്ടിയിരുന്നത്. നമുക്കറിയാം സീബ്ര ലൈൻ എന്തിനാണ് കെട്ടിയിരിക്കുന്നത്? റോഡിലാണ് അത് വരച്ചിട്ടിരിക്കുന്നത്. കാരണം പ്രായമുള്ളവർക്ക് ക്രോസ് ചെയ്യാനായിട്ട്, കുട്ടികൾക്ക് ക്രോസ് ചെയ്യാനായിട്ട് വാഹനങ്ങൾ ഇരുവശത്തും വന്ന് നിൽക്കണം. ഏതായാലും ഹൈക്കോടതി വടിയെടുത്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിന് കോട്ടലക്ഷ്യത്തിനുള്ള നടപടിയിലേക്ക് നീങ്ങും ഹൈക്കോടതി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് കോട്ടലക്ഷ്യമാണ്. ഇതുപോലെ തടസ്സം ചെയ്യാൻ പാടില്ല കുറേ ഓർഡറുകൾ ഹൈക്കോടതി നേരത്തെ ഇട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്തു വരികയാണ്. ഇപ്പോൾ അത് വകവെക്കാതെ അതിലും വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ടെങ്കിൽ കോട്ടലക്ഷ്യം തന്നെ, യാതൊരു സംശയവുമില്ല. കോട്ടലക്ഷ്യത്തിന് അവിടുത്തെ SHO മാത്രമല്ല, ആ പാളയ ഏരിയ കമ്മിറ്റി ഭാരവാഹികളും സ്റ്റേജിലിരുന്ന് പ്രസംഗിച്ചവരും സ്റ്റേജിൽ അവിടെ വെറുതെ ഇരുന്നവരും ഒക്കെ ഉത്തരവാദികളാണ്. പബ്ലിക് റോഡിൽ സ്റ്റേജ് കെട്ടി അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് പ്രസംഗിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഈ ഒരു സംഭവം കോടതിയുടെ ശ്രദ്ധയിൽ വന്നു, ഡിവിഷൻ ബെഞ്ചിൻ്റെ ശ്രദ്ധയിൽ വന്നു. അടിയന്തര നടപടിക്കായിട്ട് തിങ്കളാഴ്ച കോടതി ഈ കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇതേപ്പറ്റി അറിയാൻ കഴിയും.